എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിത മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 12ാമത്തെ സർഗത്തിലെ 33, 34, 35 എന്നീ 3 ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. 3 ശ്ലോകങ്ങളിലും ഉപജാതി വൃത്തമാണുള്ളത്. ശ്രീകൃഷ്ണൻ തിരിച്ച് ഇന്ദ്രനോട് മറുപടി പറയണതും പിന്നെ ദ്വാരകയിലേക്കുള്ള തിരിച്ചുവരവിനെ പറ്റിയിട്ടുമൊക്കെയാണ് ഇവിടെ കവി വർണ്ണിക്കണത്. നമുക്കാദ്യം 33ാമത്തെ ശ്ലോകം നോക്കാം. ഇതി സ്തുതഃ പ്രീതമനാഃ പ്രകാമം പ്രത്യർപ്യ തസ്മൈ കുലിശം മഘോനെ തദീയസേവായുവതി പ്രയുക്തം പ്രത്യഗ്രഹീത് പുഷ്പമയം സവർഷം. ആദ്യം പദച്ഛേദം പറയാം. ഇതി സ്തുതഃ പ്രീതമനാഃ പ്രകാമം പ്രത്യർപ്യ തസ്മൈ കുലിശം മഘോനെ തദീയസേവായുവതി പ്രയുക്തം പ്രത്യഗ്രഹീത് പുഷ്പമയം സ വർഷം. ഈ ശ്ലോകത്തിൽ പദച്ഛേദം ഒന്നും വരണമെന്നില്ല. ഇവിടെ അന്വയം ഇങ്ങനെ തുടങ്ങുകയാണ്. ഇതി പ്രകാമം സ്തുത സഹ് പ്രീതമനാഃ. ഇപ്രകാരമൊക്കെ ഇന്ദ്രൻ വളരെ കാര്യമായിട്ട് സ്തുതിക്കുക ചെയ്തത്. അവരവരുടെ തെറ്റ് ഏറ്റു പറഞ്ഞു, ഭഗവാനെ സ്തുതിക്കും ചെയ്തു. അതാണ് പറയണത്. ഇതി പ്രകാമം സ്തുത, വളരെയധികം സ്തുതിക്കപ്പെട്ടവനായ, അതുകൊണ്ട് തന്നെ പ്രീതമനാഃ, വളരെയധികം സന്തുഷ്ടനായിട്ടുള്ള അദ്ദേഹം, ആ ശ്രീകൃഷ്ണൻ, സഹ തസ്മൈ മഘോനെ കുലിശം പ്രത്യർപ്യ, ഭഗവാന്റെ മേലേക്ക് കുലിശം എയ്തുവല്ലോ. കുലിശം എന്ന് പറഞ്ഞാൽ വജ്രായുധം പ്രയോഗിച്ചു. അതൊന്നും ഭഗവാൻ ഏശിയില്ല എങ്കിലും അത് ഭഗവാന്റെ മേലാണല്ലോ, അത് കയ്യിലാണ് പെട്ടത്. അത് തിരിച്ചു കൊടുക്കും ചെയ്തു. അതാണ് തസ്മൈ മഘോനെ. ഇങ്ങനെയൊക്കെ പറഞ്ഞു നിർത്തിയ ആ ഇന്ദ്രൻ്റെ കയ്യിലേക്ക് തൻ്റെ കയ്യിലുണ്ടായിരുന്ന ആയുധം, ഇന്ദ്രൻ്റെ ആയുധം, വജ്രായുധം, പ്രത്യർപ്യ, കുലിശം എന്ന് പറഞ്ഞാൽ വജ്രമാണ്, അത് തിരിച്ചു കൊടുത്തിട്ട് പിന്നെന്താ ചെയ്തത്? തദീയ സേവായുവതി പ്രയുക്തം പുഷ്പമയം വർഷം പ്രത്യഗ്രഹീത്. തദീയ സേവായുവതി പ്രയുക്തം. തദീയം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റേതായ, ഇന്ദ്രൻ്റേതായ എന്നർത്ഥം. തസ്യ ഇതം തദീയം. ഇന്ദ്രൻ്റെ യുവതികൾ, ഇന്ദ്രനെ സേവിക്കാനായിട്ട് അവിടെ നിൽക്കുന്ന ദേവസുന്ദരിമാരെ, അപ്സരസ്സുകൾ, അതാണ് തദീയ സേവാ യുവതി പ്രയുക്തം. ആ അപ്സരസ്സുകളാൽ നൽകപ്പെട്ടതായ, അവർ പ്രയോഗിച്ചതായ അല്ലെങ്കിൽ നൽകിയതായ എന്നർത്ഥം. അവരെന്താണ് നൽകിയത്? പുഷ്പമയം വർഷം, പുഷ്പമയമായിട്ടുള്ള വർഷം, അതായത് പുഷ്പവൃഷ്ടി. ഭഗവാന്റെ ശരീരത്തിലേക്ക്, ശിരസിലേക്കൊക്കെ പുഷ്പവൃഷ്ടി നടത്തി. അതാണ് പുഷ്പമയം വർഷം പ്രത്യഗ്രഹീത്. വളരെ സന്തോഷത്തോടുകൂടി, വളരെ ആനന്ദത്തോടുകൂടി അത് സ്വീകരിക്കുകയും ചെയ്തു. അപ്പോൾ ഇന്ദ്രനോട് പൊറുത്തു എന്നർത്ഥം, ഇന്ദ്രന് മാപ്പ് നൽകി എന്നർത്ഥം. മറ്റ് പ്രവൃത്തികളൊക്കെ, ഇന്ദ്രൻ ചെയ്തതായിട്ടുള്ള എല്ലാ പ്രവൃത്തികളും മറന്ന് ഇന്ദ്രന് മാപ്പ് കൊടുത്തു. അവിടുത്തെ സുന്ദരിമാരായിട്ടുള്ള അപ്സരസ്സുകൾ, ഇന്ദ്രനെ സേവിക്കാനായിട്ട് നിൽക്കുന്ന പെൺകൊടിമാർ, അവർ നൽകിയതായിട്ടുള്ള പുഷ്പവൃഷ്ടി ശിരസ സ്വീകരിക്കുകയും ചെയ്തു. അങ്ങനെ ആ ഒരു കലാപം, യുദ്ധം അവിടെ തീരാണ് ഉണ്ടായത്. ഇനി അടുത്ത ശ്ലോകം മുതൽ ശ്രീകൃഷ്ണൻ്റെ തിരിച്ചു പോരാനുള്ള ഒരുക്കമാണ്, ദ്വാരകയിലേക്കുള്ള വരവിനെ പറ്റിയിട്ടാണ് വർണ്ണിക്കുന്നത്. നമുക്ക് 34ാമത്തെ ശ്ലോകം നോക്കാം. യത്നേന ദേവാനനുയായിനസ്താൻ നിവർത്തിയ ശൗര്യർഗരുഡേന ഗച്ഛൻ പ്രദർശയന്നങ്കുലിപല്ലവേന തത്തത് പ്രിയായൈ കഥയാം ബഭൂവ. ആദ്യം പദങ്ങൾ പരിചയപ്പെടാം. യത്നേന ദേവാൻ അനുയായിന താൻ നിവർത്തിയ ശൗരി ഗരുഡേന ഗച്ഛൻ പ്രദർശയൻ അങ്കുലിപല്ലവേന തത്തത് പ്രിയായൈ കഥയാം ബഭൂവ. ശൗരി, ആ ശൂരകുലത്തിൽ പിറന്നവനായ ശ്രീകൃഷ്ണൻ, അനുയായിന താൻ ദേവാൻ യത്നേന നിവർത്തിയ, തൻ്റെ അനുയായികളായിട്ട് തൻ്റെ ഒപ്പം വരാൻ വേണ്ടി പുറപ്പെട്ട, ദ്വാരക വരെ കൊണ്ടാക്കാൻ സന്നദ്ധരായി നിൽക്കുന്നവരായ താൻ ദേവാൻ, ആ ദേവന്മാരെ എല്ലാവരെയും തന്നെ യത്നേന നിവർത്തിയ, വളരെ ബന്ധപ്പെട്ട് പണിപ്പെട്ട് പിന്തിരിപ്പിച്ചിട്ട്, നിങ്ങളാരും വരണ്ട, ഞാൻ പൊയ്ക്കോളാം, അതായത് ഒന്നുകൂടി അനുനയിപ്പിക്കാം, അവിടെ വരെ സഞ്ചരിച്ച് ശ്രീകൃഷ്ണൻ്റെ മനസ്സിൽ എന്തെങ്കിലും ഇനി ചെറിയ ദുഃഖങ്ങളോ വിദ്വേഷങ്ങളോ ഒക്കെ കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയിട്ട് വരാൻ പുറപ്പെട്ടു നിൽക്കുന്ന ദേവന്മാരുണ്ടായിരുന്നു. അവരെ എല്ലാവരെയും തന്നെ പിന്നാക്കം പറഞ്ഞയച്ചിട്ട്, ആരും വരണ്ട, ഞങ്ങൾ പൊയ്ക്കോളാം എന്നൊക്കെ പറഞ്ഞ്
വളരെ സന്തോഷത്തോടു കൂടി അവരെയൊക്കെ പറഞ്ഞയച്ചു. കുറേ പ്രയത്നിക്കേണ്ടതായിട്ട് വന്നു, പണിപ്പെടേണ്ടതായിട്ട് വന്നു അവരെ തിരിച്ചയക്കാൻ. അതാണ് യത്നേന നിവർത്തിയ. അതിനുശേഷം ഗരുഡേന ഗച്ഛൻ, ഗരുഡൻ്റെ പുറത്ത് കയറിയിട്ട് ശ്രീകൃഷ്ണനും സത്യഭാമയും കൂടിയിട്ട് ഭൂമിയിലേക്ക്, ദ്വാരകയിലേക്ക് പുറപ്പെട്ടു. അങ്ങനെ വരണ വഴിക്ക് എന്താ ചെയ്തത്? അങ്കുലി പല്ലവേന തത്തത് പ്രിയായൈ പ്രദർശയൻ കഥയാംബഭൂവ. ഭഗവാൻ തൻ്റെ അങ്കുലി പല്ലവം കൊണ്ട്, തളിര് പോലെയുള്ള കൈ കൊണ്ട്, ചൂണ്ടുവിരൽ കൊണ്ട് എന്നർത്ഥം, അതായത് കൈ നീട്ടി കാണിച്ചു കൊടുക്കുകയാണ്. അതാണ് അങ്കുലി പല്ലവേന പ്രദർശയൻ. അതാ അങ്ങോട്ട് നോക്കൂ, അതാ ഇങ്ങോട്ട് നോക്കൂ എന്നൊക്കെ പറയുമ്പോൾ നമ്മളെല്ലാവരും മിക്കവാറും എല്ലാവരും തന്നെ വലത്തെ കൈയിലെ ചൂണ്ടുവിരൽ കൊണ്ട് കാണിച്ചു കൊടുക്കാറുണ്ട്. അങ്ങനെ തൻ്റെ പത്നിയായിട്ടുള്ള സത്യഭാമയ്ക്ക് പല കാഴ്ചകളും കാണിച്ചു കൊടുക്കുകയാണ്. ഈ ഒരു വർണ്ണനയോട് കൂടിയിട്ടാണ് സുകുമാരകവി ഇടയ്ക്ക് വച്ച് ഈ കൊങ്കണ ഭൂവിഭാഗങ്ങളെ വർണ്ണിച്ചുകൊണ്ട് നിർത്തുന്നത്. ഇനിയുള്ളത് ഭൂവിഭാഗ വർണ്ണനയാണ്. 12ാമത്തെ സർഗത്തിലെ ബാക്കി ശ്ലോകങ്ങൾ മുകളിൽ നിന്ന് കാണുന്ന പോലെ, കാളിദാസനൊക്കെ ചെയ്തതുപോലെ ആകാശമാർഗത്തിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ താഴെ കാണുന്ന ദൃശ്യങ്ങളെ മനസ്സുകൊണ്ട് വിഭാവനം ചെയ്ത് കാണുന്നതായിട്ട് വർണ്ണിക്കുക. അത് സത്യഭാമയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നത് പോലെയാണ് ആ കാവ്യഭാഗങ്ങൾ വരണത്. അതാണ് ഗരുഡേന ഗച്ഛൻ അങ്കുലി പല്ലവേന, തൻ്റെ തളിരു പോലെയുള്ള സുന്ദരമായിട്ടുള്ള ചുവന്നു തുടുത്ത വിരലുകൊണ്ട് തത് പ്രിയായൈ, അതത് വസ്തുക്കൾ, ഓരോരോ പ്രത്യേകതയുള്ളതായ ഭൂവിഭാഗങ്ങളും പർവ്വതങ്ങളും നദികളും ഒക്കെ വരുമ്പോൾ അതൊക്കെ കാണിച്ചു കൊടുത്തുകൊണ്ട് പ്രിയായൈ പ്രദർശയൻ കഥയാംബഭൂവ, അങ്ങനെ കാണിച്ചു കൊടുത്തുകൊണ്ട് ഓരോന്ന് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. അതായത് നമുക്ക് പരിചയമുള്ള ഒരു സ്ഥലം പരിചയമില്ലാത്ത ഒരാൾക്ക് കാണിച്ചു കൊടുത്ത് പരിചയപ്പെടുത്തി കൊടുക്കുന്നത് പോലെ സത്യഭാമയ്ക്ക് ഓരോന്നായിട്ട് കാണിച്ചു കൊടുക്കുകയാണ്. അതാണ് ഇനി വരണ ശ്ലോകങ്ങളൊക്കെ തന്നെ. നമുക്ക് 35ാമത്തെ ശ്ലോകം കൂടി നോക്കാം. ദൂരേണ തുച്ഛാ ഇവ ലക്ഷ്യമാണ ശാരശ്രിയം ബിഭ്രതി ഭൂഭൃതോമി ഇയം ച രേഖാഭിരിവാപഗാഭിർധത്തേ ധരാ തത്ഫലകസ്യ ലക്ഷ്മീം. ദൂരെ നിന്ന്, ആകാശമാർഗത്തിൽ നിന്ന് താഴത്തേക്ക് നോക്കുമ്പോൾ പർവ്വതങ്ങളും നദികളുമൊക്കെ എങ്ങനെയാണ് കാണണത് എന്ന് പറയുകയാണ്. ശരിക്കും മേഘസന്ദേശത്തിൽ അല്ലെങ്കിൽ രഘുവംശത്തിൽ ഒക്കെ വർണ്ണിക്കണത് പോലെ, കാളിദാസൻ വർണ്ണിക്കണത് പോലെ, മേഘസന്ദേശത്തിൽ മേഘം മുകളിൽ കൂടെ പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ പോലെ, അതുപോലെ തന്നെ ലങ്കയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ശ്രീരാമനും സീതയും അതുപോലെ ലക്ഷ്മണനും ഒക്കെ കൂടിയിട്ട് പുഷ്പക വിമാനത്തിലാണല്ലോ വന്നത്. അപ്പോൾ ആ 13ാമത്തെ സർഗത്തിൽ മുഴുവനും വരണ വഴിക്കുള്ള കാഴ്ചകളുടെ വർണ്ണനാണ്. അതുപോലെ തന്നെയാണ് ഏതാണ്ട് ഈ ശ്ലോകങ്ങളൊക്കെ നല്ലവണ്ണം കാളിദാസനോട് കടപ്പെട്ടിട്ടുണ്ട് സുകുമാരകവി. നമുക്കാദ്യം പദച്ഛേദം നോക്കാം. ദൂരേണ തുച്ഛാ ഇവ ലക്ഷ്യമാണാഹ ശാരശ്രിയം ബിഭ്രതി ഭൂഭൃത അമീ ഇയം ച രേഖാഭി ഇവ ആപഗാഭി ധത്തേ ധരാ തത്ഫലകസ്യ ലക്ഷ്മീം. ആകാശത്ത് നിന്ന് കാണുകയാണ്, അതാണ് പറയണത്. ദൂരേണ, ദൂരം കൊണ്ട്, വളരെ ദൂരത്ത് നിന്നാണല്ലോ നമ്മളിപ്പോൾ താഴത്തേക്ക് നോക്കുമ്പോൾ കാണണത്. അങ്ങനെ കാണുമ്പോൾ തുച്ഛായിവ ലക്ഷ്യമാണ്, വളരെ ചെറുതാണ്, തുച്ഛങ്ങളാണ്, ചെറിയ ചെറിയ മൺകൂനകളെ പോലെ കാണപ്പെടുന്നതായ തുച്ഛായിവ ലക്ഷ്യമാണ് അമീ ഭൂഭൃത. ഈ പർവ്വതങ്ങൾ, ഭൂഭൃത് എന്ന് പറഞ്ഞാൽ പർവ്വതമാണ്. ഈ പർവ്വതങ്ങളൊക്കെ ദൂരെ നിന്ന് കാണുമ്പോൾ ഭൂമിയിൽ ചെറിയ ഒരു കൊട്ട കൊണ്ട് മണ്ണ് കമത്തിയ പോലെയോ ഒരു ചിരട്ട കൊണ്ട് മണ്ണ് കമത്തിയ പോലെയൊക്കെ തോന്നുന്നുള്ളൂ. പക്ഷെ അതങ്ങനെയൊന്നുമല്ല, വളരെ വലിപ്പമുള്ളതായിട്ടുള്ള പർവ്വതങ്ങളാണ്. ആകാശത്ത് നിന്ന് നോക്കുമ്പോൾ അത്ര ചെറുതായിട്ട് കാണുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതാണ് തുച്ഛാ ഇവ ലക്ഷ്യമാണാഹ അമീ ഭൂഭൃത. അത് ശാരശ്രിയം ബിഭ്രതി. അത് ആ പർവ്വതങ്ങളൊക്കെ പല നിറങ്ങളിൽ, ശാരം എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു മിശ്രമായിട്ടുള്ള വർണ്ണത്തിനെയാണ്. കാളിദാസൻ അത് മേഘസന്ദേശത്തിൽ പറയുന്നുണ്ട്. താമുത്തീര്യവ്രജപരിചിത ഭ്രൂലതാ വിഭ്രമാണാം പക്ഷ്മോത്ക്ഷേപാദുപരി വിലസത് കൃഷ്ണശാര പ്രഭാണാം എന്ന്. അവിടെ കൃഷ്ണശാരപ്രഭ, കൃഷ്ണം എന്ന് പറഞ്ഞാൽ കറുത്തത്, ശാരം എന്ന് പറഞ്ഞാൽ വെളുത്തത് എന്നൊരർത്ഥമുണ്ട്. അതുപോലെ തന്നെ മിശ്രമായിട്ടുള്ള പല പല നിറങ്ങളും ചേർന്നതായിട്ടുള്ള കണ്ണ്, കണ്ണിൽ വെളുപ്പുണ്ട്, അതുപോലെ തന്നെ കറുപ്പുണ്ട്, അതല്ലെങ്കിൽ ഈ അവിടെയുള്ള ആ തൊലിയുടെ നിറമുണ്ട്. ഇതൊക്കെ കൂടി ചേർന്നതായിട്ടുള്ള നിറങ്ങൾ
അതുപോലെ തന്നെ ചെറിയ ചുവപ്പ് നിറം കണ്ണിൻ്റെ വെളുപ്പ് നിറത്തിനോട് ചേർന്നിട്ടുണ്ട്. ഇങ്ങനെ പല വർണ്ണങ്ങളും ചേർന്ന എന്നുള്ള അർത്ഥത്തിലാണ് ശാരനിറം എന്ന് പറയുന്നത്. അതുപോലെ ഇവിടെ കവി പറയാണ് ശാരശ്രിയം ബിഭ്രതി. നമ്മൾ കാണുന്ന ഈ പർവ്വതനിരയ്ക്ക് പല പല വർണ്ണങ്ങളുണ്ട് എന്ന് ഇവിടെ നിന്ന് നോക്കുമ്പോൾ തോന്നുന്നു. സാധാരണമായിട്ട് അടുത്ത് നിന്ന് നോക്കുമ്പോൾ പർവ്വതങ്ങൾക്കൊരു പച്ച നിറം, അല്ലെങ്കിൽ കുറച്ച് ദൂരെ പോയാൽ ഒരു നീല നിറം, ഇതൊക്കെ കാണാറുള്ളൂ. അല്ലാതെ ഇപ്പോൾ നോക്കുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള വർണ്ണങ്ങൾ, അതിലെ മരങ്ങളുടെ അല്ലെങ്കിൽ മേഘത്തിൻ്റെ ഇതെല്ലാം കൂടിക്കലർന്നുകൊണ്ടുള്ള ഒരു നിറമായിട്ടാണ് കാണാൻ പറ്റുന്നത്. ശാരശ്രിയം ബിഭ്രതി. ഇയം ധരാച. മാത്രവുമല്ല താഴെ, അതായത് ആ പർവ്വതത്തിൻ്റെ താഴെയാണ് ഭൂമിയുള്ളത്. ആ ഭൂമിയാകട്ടെ, ധരയാകട്ടെ, ആപകാഭി രേഖാഭി, ആപകങ്ങളാകുന്ന രേഖകൾ കൊണ്ട്. ആപകങ്ങൾ എന്ന് പറഞ്ഞാൽ നദികളാണ്. നദികൾ ഒരു വര പോലെയാണ് ഇവിടുന്ന് നോക്കുമ്പോൾ കാണുന്നത്. അപ്പോൾ നദികളെ, പുഴകളെയൊക്കെ ഒരു വെള്ള വര പോലെ തോന്നുകയാണെങ്കിൽ ആ വരകളെ കൊണ്ട് തത്ഫലകസ്യ ലക്ഷ്മി ധത്തേ. തത്ഫലകം എന്ന് വെച്ചാൽ ഭൂമി തന്നെയാണ്. ഭൂമിയുടെ ശോഭയെ വർദ്ധിപ്പിക്കുന്നു. ഈ വളഞ്ഞു പൊളഞ്ഞൊഴുകുന്നതായിട്ടുള്ള പുഴകൾ, ആ പുഴകൾ ദൂരെ നിന്ന് കാണുമ്പോൾ എന്തൊക്കെയോ വരച്ചിട്ടതുപോലെ, നല്ല സുന്ദരമായിട്ടുള്ള ചില ചിത്രങ്ങൾ വരച്ചിട്ടതുപോലെ, അല്ലെങ്കിൽ അരിപ്പൊടി കൊണ്ട് അണിഞ്ഞിട്ടിരിക്കുന്നത് പോലെ, ഒരു മുറ്റത്ത് അല്ലെങ്കിൽ ഒരു ഫലകത്തിൽ എങ്ങനെയാണോ ഈ കോലം വരയ്ക്കുന്നത്, അരിപ്പൊടി കൊണ്ട് വരഞ്ഞിടുന്നത്, അതിൻ്റെ സൗന്ദര്യം പോലെ ദൂരെ നിന്ന് നോക്കുമ്പോൾ, ആകാശമാർഗത്തിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ നദികൾ അങ്ങനെ ഭംഗിയായിട്ട് കാണപ്പെടുന്നു എന്നാണ് ഇവിടെ കവി വർണ്ണിക്കുന്നത്. നല്ല സുന്ദരമായിട്ടുള്ള വർണ്ണനകളാണ്, ഉത്പ്രേക്ഷയാണ്, ഉപമയായിട്ടൊക്കെ നമുക്ക് അങ്ങനെയുള്ള അലങ്കാരങ്ങളൊക്കെ ഇവിടെ പ്രയോഗിക്കുന്നത് കാണാം. ഭൂമിയുടെ വർണ്ണനകളെ, കാഴ്ചകളുടെയൊക്കെ ഒരു സമൃദ്ധിയാണ് ഇനി വരാൻ പോണ ശ്ലോകങ്ങളിലൊക്കെ കാണാൻ പറ്റുക. നമുക്ക് ഈ 3 ശ്ലോകങ്ങളും ഒന്നുകൂടി ചൊല്ലി നോക്കാം. ഇതി സ്തുതഃ പ്രീതമനാഃ പ്രകാമം പ്രത്യർപ്യ തസ്മൈ കുലിശം മഘോനെ തദീയ സേവാ യുവതി പ്രയുക്തം പ്രത്യഗ്രഹീത് പുഷ്പമയം സവർഷം യത്നേന ദേവാനനുയായിനസ്താൻ നിവർത്തിയ ശൗര്യർഗരുഡേന ഗച്ഛൻ പ്രദർശയൻ അങ്കുലിപല്ലവേന തത്തത് പ്രിയായൈ കഥയാം ബഭൂവ ദൂരേണ തുച്ഛായിവ ലക്ഷ്യമാണ ശാരശ്രിയം ബിഭ്രതി ഭൂഭൃതോമി ഇയം ച രേഖാഭിരിവാപകാഭിർധത്തേ ധരാ തത്ഫലകസ്യ ലക്ഷ്മീം. തുടർന്നുള്ള ശ്ലോകങ്ങളിലും ഈ പ്രകൃതി വർണ്ണനകൾ, കാഴ്ചയുടെ സൗഭാഗ്യങ്ങളൊക്കെ കാണാൻ പറ്റും. സുന്ദരമായിട്ടുള്ള 3 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട്, ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.